അല്ലെങ്കിൽ എന്തോന്ന് കണ്ടന്റ്? അതൊക്കെ പറയാം, നീ വാ ആദ്യം ഈ മഴയ്ക്കും പെയ്തൊന്ന് സെറ്റ് ചെയ്തിട്ട്. അളിയ നമ്മളിപ്പോ അത്യാവശ്യം റീച്ച് ആയില്ലേ അളിയ? ഇനിയിപ്പോ 1-2 ഗ്യാസിനൊക്കെ ആഡ് ചെയ്യാം. സ്റ്റാർ ഇട്ടാ മതി അളിയ. ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേരൊക്കെ എനിക്ക് പോരും. നീ ആ സെർച്ച് പറഞ്ഞിരുന്നു നോക്കിയാണ്. റീച്ച് അയക്കുന്ന മിക്ക ആൾക്കാരും നമ്മളെ വെച്ച് ഡാൻസ് കളിക്കുന്നു, റൊമാൻറ്റിക് വീഡിയോ ഇടുന്നു, ഫുള്ള് കൊളാബി തന്നെ. നമ്മളെ മാത്രമേ എന്നും ഇങ്ങനെ വന്ന് മുഖത്തോട് മുഖം നോക്കി വീഡിയോ എടുത്തിട്ട് പോകും. ഐഡിയ കൊള്ളാം. അതാകുമ്പോ കാക്കയുടെ വിശപ്പ് മാറും, പശുവിന്റെ കടിയും മാറും ഇല്ലേ? അതെന്തോ സംസാരം അളിയ. പിന്നെ പെമ്പിള്ളേരെ ആവശ്യമുള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് പെൺവേഷം കെട്ടി വന്നിരിക്കും. ഇത്രയും നാളെ നീ എങ്ങനെ വീഡിയോ ചെയ്ത? 3000 വ്യൂസും 300 ലൈക്കിലും കിടന്നൊരു കാലം ഉണ്ടായിരുന്നല്ലേ? അന്ന് നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്മൾ 2-3 പയ്യന്മാരും പിന്നെ ഈ സ്റ്റാൻഡ്. അന്ന് നീ സ്റ്റോറി ഇട്ട് ആരൊക്കെ വരും നിന്റെ കൂടെ? ഇപ്പൊ 10 വ്യൂസ് കിട്ടിയപ്പോഴത്തേക്ക് ഉടനെ മുതലെടുപ്പിന് ഇറങ്ങാൻ പോകും. മുതലെടുപ്പൊന്നും അല്ലളിയാ. ഗേൾസിനെ കൂടെ കൊണ്ടുവന്ന ഇപ്പൊ കിട്ടുന്ന റീച്ചിന്റെ ഇരട്ടി റീച്ച് കിട്ടും. അതുകൊണ്ട് പറഞ്ഞു. എടാ, കഴിവുള്ളവൻ രക്ഷപ്പെടാൻ വഴികളുണ്ട്. കുറച്ച് ടൈം എടുക്കുമായിരിക്കും. അല്ലാതെ ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും കാണിച്ച് റീച്ച് ഉണ്ടാകാന്നുള്ള മൈൻഡിലല്ല ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. പിന്നെ മുഖവും നോക്കി എടുത്തിട്ട് കിട്ടുന്ന വ്യൂസ് 10,000 ആണെങ്കിൽ ആ 10,000 വ്യൂസ് നമുക്കുള്ളതാണ്, നമ്മൾ ഐഡിയക്കുള്ളതാണ്. അതിൽ വേറെ അവകാശമില്ല. അതുകൊണ്ട് നീ ഓർത്തു.